അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. ദൈവത്തിന് സ്തോത്രം. നാം അധിവസിക്കുന്ന ദേശത്തിനു വേണ്ടി ആത്മഭാരത്തോടെ ദേശത്തിലുള്ള ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗാണ് നാഷണൽ പ്രയർ കോൺഫറൻസ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുക: നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. ഈ കാലഘട്ടത്തിൽ ആത്മഭാരത്തോടെ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ജനത്തെ ഒരുക്കിയെടുക്കുക എന്നതാണ് ഈ കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യനായ കർത്താവിന്റെ ദാസൻ ബാബു ചെറിയാൻ പാസ്റ്ററും ഈ ദിവസങ്ങളിൽ അനേക പ്രാർത്ഥനാ സമ്മേളനങ്ങൾ ക്രമീകരിക്കപ്പെടുകയും ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന പാസ്റ്റർ ബിജി അഞ്ചലും, ക്യാൻസർ രോഗം വന്ന് ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ കർത്താവിന്റെ ദാസൻ ചിക്കു കുര്യാക്കോസ് വർഷിപ്പിന് നേതൃത്വം കൊടുക്കുകയും ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ ഡോക്ടർ ബ്ലസ്സൻ മേമന അനേക അനുഭവത്തിന്റെ ഗാനങ്ങൾ രചിക്കുകയും പാടുകയും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രിയ ബ്ലസ്സൻ മേമന വർഷിപ്പ് ലീഡ് ചെയ്യുകയും ഈ UAE-യിൽ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജയലാൽ ലോറൻസും വർഷിപ്പിന് നേതൃത്വം കൊടുക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ദൈവിക സന്ദേശങ്ങൾ ഈ മീറ്റിംഗിൽ കടന്നു വന്ന ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമായി മാറി. അനേക രോഗികൾ സൗഖ്യമാകുന്നതും അനേകർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതും അനേകർ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുന്നതും കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും നടക്കുന്ന സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു. എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ 12 മണിക്കൂർ ഉപവാസ പ്രാർത്ഥനയിലാണ് ദൈവം ഇങ്ങനെ ഒരു ആലോചന തന്നത്. പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥനയുടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. മാത്രമല്ല ഈ മീറ്റിംഗിന്റെ CD DVD കാണുന്ന ഓരോരുത്തരും യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിപ്പാനിടയാകും. ഈ DVD കാണുന്ന നിങ്ങളിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ തന്നെ ഉടലെടുക്കും. ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് നിങ്ങളിലേക്ക് പകരപ്പെടുവാനിടയാകും. ഈ DVD കാണുമ്പോൾ തന്നെ അനേക രോഗികൾ സൗഖ്യമാകും, അനേകർ യേശുവിനെ അറിയുവാനിടയാകും, അനേകർ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുക തന്നെ ചെയ്യും. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും യൂണിയൻ ചർച്ച് ഹാൾ നമ്പർ 9-ൽ വെച്ച് ഈ ദേശത്തിലെ ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ചുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. അതിലും തുടർന്ന് നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. കരങ്ങളെ ചേർത്ത് പറയാമോ? കൊയ്ത്തിന്റെ നാളുകളെണ്ണി വയലു നിറയുന്നു, സ്വർണ്ണ കതിരു കായ്ക്കുന്നു,
വെയിലും മഴയുമേറ്റ് കതിരുവാടുന്നു, വലിയ വയലു പാടുന്നു. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. ദൈവരാജ്യം കടുക് മണി പോലെ നിധി ഒളിപ്പിച്ച വയലു പോലെ ആരും കൊതിക്കുന്ന മുത്തുപോലെ കാത്തു നിൽക്കുന്ന മണവാട്ടി പോലെ. അതുകൊണ്ട് സമയമില്ല എന്നു ചൊല്ലി മറുതലിക്കല്ലേ, നീ അലസനാവല്ലേ. കള്ളനെ പോൽ കൊള്ള നേടാൻ നാഥൻ വന്നിടുമേ, നിന്റെ കണക്ക് തീർത്തിടുമേ. സുവിശേഷ വേല ചെയ്യാൻ വാ, നല്ല യജമാന്റെ സേവ ചെയ്യാൻ വാ. സ്ഥാനമാന കൂടുവിട്ട് വാ, നല്ല ശിഷ്യനായി ക്രൂശുമേന്തി വാ. കൊയ്ത്തിനായി വയലേറെ ഉണ്ടെങ്കിലും തോഴ വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് തോളോട് തോൾ ചേർന്ന് പോകാം നാം ഒരുമിച്ച്, യജമാനൻ വരുവാൻ കാലമായി, നല്ല യജമാനൻ വരുവാൻ കാലം ആയി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ യജമാനൻ വരുന്നെന്ന് കേൾക്കുമ്പോൾ സന്തോഷമുള്ള എത്ര പേര് ഇവിടെ ഹോളിൽ ഇരിപ്പുണ്ട്? ആ സന്തോഷമുള്ളവർക്കെല്ലാം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ചേർന്ന് പാടാൻ പോവുക. ഹല്ലേലൂയ. ചടുചട് 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 ഉയരും കാഹളനാദം കേട്ടില്ലേ, കേട്ടില്ലേ, കേൾക്കുന്നില്ലേ? തകതക തകതിമി തകതിമി കൊയ്ത്തിൻ ആർപ്പുനാദം കേട്ടില്ലേ, കേട്ടില്ലേ, കേൾക്കുന്നില്ലേ? കൊയ്ത്തിന്റെ നാഥൻ വന്നേ, കതിരുകളെല്ലാം മാറിൽ ചേർത്ത് വേഗത്തിൽ, വേഗത്തിൽ ആനന്ദ കണ്ണിൽ വീട്ടും ഭക്തന്മാർ നൃത്തത്തോടെ പാടുന്നേ, ജയഘോഷം പാടുന്നേ. ഇനി കണ്ണീരില്ല, മുറവിളിയില്ല, ദുഃഖമില്ല, നിത്യതയിൽ ദൂതന്മാരും മൂപ്പന്മാരും ചേർന്നു പാടും നിത്യതയിൽ. ഇനി കണ്ണീരില്ല, മുറവിളിയില്ല, ദുഃഖമില്ല. എവിടെ? നിത്യതയിൽ ദൂതന്മാരും മൂപ്പന്മാരും ചേർന്നു പാടും നിത്യതയിൽ. പക്ഷേ അന്നാളിൽ തള്ളപ്പെട്ട് നെഞ്ചം കീറി കണ്ണീർ വാർത്ത കാര്യമില്ല സോദരാ. അനുതാപമോടെ നീ പാപത്തിൻ വഴി മാറ്റി യേശുവിനെ നേടുക. ഇപ്പോൾ യേശുവിനെ നേടുക. ഇന്ന് രാത്രിയിൽ യേശുവിനെ നേടിയ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, വയലു വിളയണ കാഴ്ച കണ്ടൻ കണ്ണു കുളിരുമ്പോൾ ഞാൻ വചനമോർക്കുന്നു, ദൈവ വചനമോർക്കുന്നു. കൊയ്ത്തിന്റെ നാളുകൾ എണ്ണി വയലു നിറയുന്നു, സ്വർണ്ണ കതിരു കായ്ക്കുന്നു. വെയിലും മഴയുമേറ്റ് കതിരുവാടുന്നു, വലിയ വയലു പാടുന്നു. സുവിശേഷ
കരങ്ങളടിച്ച് തമ്പുരാന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല രാത്രിക്കായി ദൈവത്തോട് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഈ നിമിഷം ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. പ്രെയർ കോൺഫറൻസിന്റെ ദൈവത്തിന്റെ ആലോചന ലഭിച്ച് ആ ബ്രൗഷറിൽ അതിന്റെ പ്രോഗ്രാം ടൈം സെറ്റ് ചെയ്യുമ്പോൾ രാവിലെ 10 മണി മുതൽ 2 മണി വരെ ഒരു സെക്ഷൻ. ദൈവദാസന്മാർ പറഞ്ഞു, ജനം തിരിച്ചു പോകും. 3 മണി മുതൽ 5 മണി വരെ നമുക്ക് കുറച്ച് സമയം ഏതെങ്കിലും ചെറിയ ഹാളിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. പിന്നീട് അടുത്ത മീറ്റിംഗ് 7 മണിക്ക് തുടങ്ങണം. അതായിരുന്നു ആരംഭത്തിലെ പ്രോഗ്രാം ഷീറ്റ്. എന്നാൽ ഇന്ന് പകൽ ദൈവമക്കളെ 276 പേർ ജോലിയില്ലാത്തവരല്ല. ഈ പട്ടണത്തിൽ 90% ആൾക്കാരും ജോലി ചെയ്യുന്നതാണ്. നിറകണ്ണുകളോട് പറയാം, മാസങ്ങളായി പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവരുടെ മേലധികാരികളുടെ കയ്യിൽ നിന്ന് ലീവൊക്കെ സാങ്ഷനാക്കി ഒരു പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി രാവിലെ 10 മണിക്ക് വന്നവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പുറത്തു നിന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത സെക്ഷൻ ആരംഭിച്ചു. വൈകിട്ട് ഒരു ചായ കുടിച്ചിട്ട് ചായ അവിടെ കുടിച്ച് തീരുന്നതിന് മുന്നമേ ഇവിടെ സെക്ഷൻ ആരംഭിച്ചു. രാവിലെ 10 മണി മുതൽ ഈ 8:45 മണി വരെ ഭക്ഷണത്തിനും ചായക്കും മാത്രം ഒരു 1/2 മണിക്കൂർ ചെലവഴിച്ചിട്ട് എഴുതിയുണ്ടാക്കിയ എല്ലാ പ്രോഗ്രാം ഷീറ്റുകളെയും മാറ്റി പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മെ ഇരുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന് ഇന്ന് രാത്രി നിറകണ്ണുകളോടെ നന്ദി പറയാൻ കഴിയുന്നെങ്കിൽ ഇന്നലകളിലെ പ്രാർത്ഥനയുടെ വാക്കുകൾക്ക്, ഇന്നലെയുടെ പ്രാർത്ഥനയുടെ രീതികൾക്ക്, ഇന്നലെയിലെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾക്ക് ഈ പകൽ ഒരു മാറ്റം വന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ പരിചയത്തിന്റെ ഒക്കെ തലങ്ങളെ പ്രാർത്ഥനയുടെ ആത്മാവ് മാറ്റി. പരിശുദ്ധ ആത്മാവ് ഇതിനകത്ത് നിന്ന് പ്രാർത്ഥനാ പടയാളികൾ, പ്രാർത്ഥനാ പോരാളികൾ എഴുന്നേറ്റ് കഴിഞ്ഞു. നാം ഇപ്പോൾ കേട്ടതുപോലെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന, പുറത്ത് നിന്ന് കൽപ്പിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്ത് എഴുന്നേറ്റ് കഴിഞ്ഞു. ഇന്നലകളിൽ പുറത്ത് കൽപ്പിച്ചിട്ടൊന്നും സംഭവിക്കാതിരുന്നത്, നീ കൈവച്ചിട്ട് രോഗി സൗഖ്യമാകാതിരുന്നത്, നീ വിരൽ ചൂണ്ടിയപ്പോൾ ദുഷ്ടശക്തികൾ അഴിഞ്ഞു മാറാതിരുന്നത്, നിന്റെ അകത്തളങ്ങളിലെ കരച്ചിലും നിലവിളിയും ഇല്ലാത്തതാകയാൽ ഇതിനകത്ത് നിന്ന് അകത്തളങ്ങളിൽ, അറകളിൽ പ്രാർത്ഥിച്ച് പുറത്ത് വിരൽ ചൂണ്ടുന്ന ഒരു സമൂഹത്തെ, ഒരു തലമുറയെ പരിശുദ്ധ ആത്മാവ് വാർത്തെടുക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി സന്തോഷത്തോടെ പരിശുദ്ധ ആത്മാവിന് നന്ദി പറയുക. Jesus. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട 4 മെസ്സേജുകൾ കേട്ടുകഴിഞ്ഞു. ദൈവത്തിന്റെ അത്ഭുത സാക്ഷ്യങ്ങൾ കേട്ടുകഴിഞ്ഞു. ആത്മാവിൽ ആരാധിപ്പാൻ, ആത്മനിറവിൽ ആരാധിപ്പാൻ അവസരം ലഭിച്ചു. എല്ലാറ്റിനും ഒറ്റ വാക്കിൽ ദൈവത്തോട് നന്ദി പറയുക. ചെയ്യാം. ദൈവവചനം തുറക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. പതിനാറ് മുതൽ 33 വരെയുള്ള വേദഭാഗത്ത് നിന്നാണ് ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ പോകുന്നത്. നമുക്കതിനു മുൻപ് ആ പുസ്തകം തുറന്ന് പിടിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ,
ഈ വചനത്തിനായി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾക്ക് ലഭിച്ചതിനാൽ നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വചനത്താൽ ഞങ്ങളെ ജീവിപ്പിച്ചതിനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളെ സൗഖ്യമാക്കിയതിനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് രൂപാന്തരം വരുത്തിയതിനെ ഞങ്ങൾ ഓർക്കുന്നു. പിതാവേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനാൽ നന്ദി പറയുന്നു. ഈ രാത്രിയിൽ തിരുവചനത്തിൽ എന്ത് ഞങ്ങളോട് സംസാരിക്കുന്നുവോ അത് സ്വീകരിപ്പാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങളതിനു വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നു. കർത്താവേ, വചനത്തെ വചനമായി സ്വീകരിച്ച് അതിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങളോട് സംസാരിപ്പാനാണ് കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് ഇന്ന് രാവിലെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉള്ള അല്പചില കാര്യങ്ങൾ പറഞ്ഞു. അതൊരു മുഖവുര മാത്രമായിരുന്നു. പകൽ വന്നിട്ടുള്ളതിനേക്കാൾ വളരെ കൂടുതൽ ആളുകൾ ഇപ്പോൾ വന്നിട്ടുള്ളതിനാൽ ഞാൻ ചുരുക്കമായി അത് ഒന്നുകൂടെ വിവരിക്കുന്നു. അബ്രഹാം എന്ന മനുഷ്യനെക്കുറിച്ച് നാം അറിയുമ്പോൾ അദ്ദേഹം വളരെ മാന്യനും ഉന്നത കുലജാതനും വളരെ സാമ്പത്തിക സൗകര്യത്തിൽ ജീവിച്ചവനും വളരെ മാന്യമായ പെരുമാറ്റത്തിൻ്റെ ഉടമയും ഏത് പാവപ്പെട്ടവനെയും വളരെയധികം ബഹുമാനിക്കുന്നവനും നല്ലൊരു ഫാമിലി ലൈഫുള്ളവനും ക്ഷമിക്കുന്നവനും കരുതുന്നവനും ആയ ഡീസൻ്റായ ഒരു കഥാപാത്രമാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ശ്രദ്ധിച്ചു വായിച്ചാൽ കാണാം. വിശേഷാൽ 18-ാം അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി സെറ്റപ്പും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ അതിഥി സൽക്കാരത്തിൻ്റെ മാന്യതയും വീട്ടിൽ വരുന്നവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതും വെൽക്കം ചെയ്യുന്നതുമൊക്കെ ശ്രദ്ധിച്ചാൽ ആ മനുഷ്യൻ എത്രയോ ശ്രേഷ്ഠനാണെന്ന് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ തൊഴുത്തിൻ്റെ പോലും സൗകര്യമില്ലാത്ത നമ്മുടെ തലക്കനം കുറയണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം കാണണം. ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനും ഒരുപാട് മനുഷ്യരെ പരിചയപ്പെടാനും ദൈവം അവസരം തന്നു. വളരെ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും ജീവിക്കുന്നവരെയും വളരെ സൗകര്യത്തിൽ ജീവിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. എങ്കിലും അബ്രഹാമിൻ്റെ അത്രയും സാമ്പത്തിക സൗകര്യമുള്ള വിശ്വാസികളെ ആരെയും ഞാൻ പരിചയപ്പെട്ടില്ല. അത്രമാത്രം ശ്രേഷ്ഠനായ ഈ മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് വന്ന 3 പുരുഷന്മാരെ സ്വീകരിക്കുന്ന രീതി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എൻ്റെ ബൈബിൾ പഠനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ വിചാരിച്ചത് അത് മാലാഖമാരായതുകൊണ്ടാണ് അബ്രഹാം അങ്ങനെ ചെയ്തതെന്നാണ്. 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളിൽ തൻ്റെ നേരെ വരുന്ന 3 പുരുഷന്മാരെ കണ്ടിട്ട് അദ്ദേഹം ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് വീട്ടിലേക്ക് സ്വീകരിച്ച് അവരെ ശുശ്രൂഷിക്കുന്ന രംഗം കണ്ടാൽ മാലാഖമാരായ കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ തിരുവെഴുത്തുകൾ വീണ്ടും പഠിക്കാൻ അവസരമുണ്ടായപ്പോൾ ഞാൻ കണ്ടു, ഈ ബൈബിളിൻ്റെ പുറകിലത്തെ അറ്റത്ത് ഒരു വാക്യം കിടക്കുകയാണ്. എബ്രായർ 13:2. അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചല്ലോ. അപ്പം മനസ്സിലായി, ദൂതനാണെന്നോർത്തല്ല ഈ കുനിഞ്ഞത്, മനുഷ്യനാണെന്ന് തന്നെ ഓർത്ത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മര്യാദയാണ് അവിടെ കാണുന്നത്, ആത്മീകതയല്ല. ഇത് ഞാൻ എടുത്തു പറയുന്നത്, ആത്മീകത കൂടിയിട്ട് മര്യാദയില്ലാത്ത ആളുകളെയും ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആത്മീകതയും മര്യാദയും തമ്മിൽ ബന്ധമൊന്നുമില്ലേ? ബന്ധമില്ലെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് പിശാചാണ്. ആത്മീകതയിൽ നാം വളരുമ്പോൾ മര്യാദ, ബഹുമാനം, സ്വഭാവശുദ്ധി
ഇതെല്ലാം വർദ്ധിച്ച് 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 വരും. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ കഴിയാത്ത ആത്മീയത പൈശാചികമാണ്, ആത്മീയതയല്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഓരോ മീറ്റിംഗ് കഴിയും തോറും, ഓരോ വചന ശുശ്രൂഷ കഴിയും തോറും നമ്മുടെ അഹങ്കാരം കുറയുകയും സൗമ്യത കൂടുകയും ചെയ്യട്ടെ. അതിൽ ദൈവം സന്തോഷിക്കുന്നു. അങ്ങനെ അല്ലാത്ത 10 20 പേരെ കണ്ടാൽ അതിനെക്കുറിച്ച് ഭാരപ്പെടുകയോ അത് ജീവിതത്തിലേക്ക് പകർത്തുകയോ ചെയ്യണ്ട. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ മനുഷ്യൻ ഈ ദൂതനെ സൽക്കരിച്ചപ്പോൾ അവരിൽ നിന്നൊരു നന്മ വരുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. മറ്റൊരാളിൽ നിന്ന് ഒരു നന്മയോ ലാഭമോ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുന്നത് ബിസിനസ്സാണ്. മറ്റൊരാളിൽ നിന്ന് ഒരു നന്മയോ ലാഭമോ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ പുകഴ്ത്തുന്നത് ബിസിനസ്സാണ്. മറ്റൊരാളിൽ നിന്ന് ഒരു നന്മയോ ലാഭമോ പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും ബിസിനസ്സാണ്. എന്നാൽ നിനക്ക് തിരിച്ച് തരാൻ കഴിയാത്ത, നിനക്ക് മടക്കി തരാൻ കഴിയാത്തകളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നീ കടം കൊടുക്കുകയാണ്. ഈ ദൂതന്മാർ ആണെന്ന് ധരിക്കാതെ ഇവരെ അബ്രഹാം സ്വീകരിച്ചപ്പോൾ ഇവരിൽ നിന്നൊരു പ്രത്യുപകാരം നാളെ തനിക്ക് കിട്ടും എന്ന് താൻ പ്രതീക്ഷിച്ചില്ല. ഈ വന്നവരുടെ നാട്, ഈ വന്ന 3 പുരുഷന്മാരുടെ നാട് ചൈനയാണെന്നിരിക്കട്ടെ. നാളെ അബ്രഹാം ചൈന വിസിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ വീട്ടിലും കൂടി ഒന്ന് കയറാം എന്നോർത്തത് ചെയ്തതല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്നോർത്ത് ചെയ്യുന്നത് ബിസിനസ്സാണ്, ആത്മീയതയല്ല. അബ്രഹാം ഇവരെ ശുശ്രൂഷിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ അബ്രഹാമിന് വേണ്ടി ഒരു അനുഗ്രഹത്തിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് അബ്രഹാം അറിഞ്ഞിരുന്നില്ല. അബ്രഹാം അവരെ ശുശ്രൂഷിച്ച് തീർന്നപ്പോൾ ആ പൊതി അഴിച്ചു. അടുത്ത ആണ്ടിൽ ഞാൻ ഇതുവഴി വരുമ്പോൾ നിന്റെ മുഴുവൻ തറവാടും കൂടെ വിറ്റാലും നിനക്ക് നേടാൻ കഴിയാത്തൊരു നന്മ നിന്റെ വീട്ടിലേക്ക് വരും എന്ന് ഈ 3 പുരുഷന്മാർ പറഞ്ഞു. അതോർത്തിട്ടല്ല അദ്ദേഹം അവരെ ബഹുമാനിച്ചത്. അവരെ താൻ ബഹുമാനിച്ചത് തൻ്റെ സ്വഭാവമായിരുന്നു, അത് തൻ്റെ അന്തസ്സായിരുന്നു. നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മളെന്തിനാ സഭ മാറുന്നേ? നമ്മളെന്തിനാ മതം മാറുന്നേ? സഭ മാറിയ, മതം മാറിയ, മാല മാറ്റിയ, മീശ മാറ്റിയ, ആഭരണം മാറ്റിയ നമുക്ക് സ്വഭാവത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ നമുക്കയ്യോ കഷ്ടം. സ്വഭാവത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ നമുക്കയ്യോ കഷ്ടം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, മീശ മാറ്റിയ, മാല മാറ്റിയ, വേഷം മാറ്റിയ നമുക്ക് സ്വഭാവത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ നമ്മളെപ്പോലെ അരിഷ്ടരും കപടഭക്തരും ഉലകത്തിൽ വേറെയില്ല. നാം ചിലതെല്ലാം മാറ്റിയെന്ന് പറയുകയും മറ്റുള്ളവരെ വെറുക്കുകയും ചെയ്യത്തക്കവണ്ണം കപടഭക്തി കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ പൊട്ടിക്കരയേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. യഥാർത്ഥമായ മാനസാന്തരത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ ദിനങ്ങളിൽ വിളിക്കുന്നത് കേൾക്കാൻ നമുക്ക് കഴിയുമോ? മറ്റുള്ളവരെ വിധിക്കുവാനും മറ്റുള്ളവരെ വെറുക്കുവാനും തക്കവണ്ണം കപടഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹം വിശ്വാസികളുടെ ഇടയിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വേദനയോടെ കരയേണ്ട സമയമത്രേ നമ്മുടെ മുമ്പിൽ ഉള്ളത്. നാം പഠിപ്പിക്കുന്നതും പിതാക്കന്മാർ പഠിപ്പിച്ചതുമായ വേർപാടിൻ്റെ വ്യവസ്ഥകളെ ഞാൻ അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ മാറ്റത്തെക്കാൾ വലുതാണ് സ്വഭാവമാറ്റം എന്ന് പറയാനും കൂടെ ഞാൻ എല്ലാ വേദിയും ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ പറയാം, പിതാക്കന്മാർ പഠിപ്പിച്ചതും നാം പാലിച്ചു വരുന്നതുമായ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ബാഹ്യമായ കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സ്വഭാവ മാറ്റത്തെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയുവാൻ കിട്ടുന്ന എല്ലാ വേദികളും ഉപയോഗിക്കുകയും ചെയ്യുന്നു. കാരണം ഒരു കൂട്ടം കപടഭക്തരെ വളർത്തുകയാണോ കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്തത് എന്ന് ഗൗരവത്തിൽ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു.
അബ്രഹാം എത്ര ശ്രേഷ്ഠനായ മനുഷ്യൻ. അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് ഇനിയും ഒന്നും കിട്ടാനില്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് ഇനിയും ദൈവത്തിൽ നിന്നൊന്നും കിട്ടണ്ട. തൻ്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിക്കഴിഞ്ഞു. എന്നാൽ അബ്രഹാം ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. വേദപുസ്തകം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാ? വേദപുസ്തകം പഠിക്കുന്നത് ബൈബിൾ സ്കൂളിൽ പോയാ. ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാൻ ആർക്ക് പറ്റും? ഇവിടെയൊക്കെ സൗകര്യങ്ങളോട് ഞാൻ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു. ഞാനൊരു എളുപ്പവഴി നിങ്ങളോട് പറയാം. ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയാൽ ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഏതായാലും വേറെ പരിപാടിയൊന്നും നടക്കത്തില്ലല്ലോ. ആ നേരത്ത് വേദപുസ്തകം തുറക്കാമല്ലോ, ആ പറഞ്ഞ ഭാഗം വായിക്കാമല്ലോ, അത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കാമല്ലോ, ആ നേരത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാമല്ലോ. ശ്രദ്ധിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് അന്നും പിറ്റേ ദിവസമൊക്കെ അത് തന്നെ ഫാമിലി പ്രയറിനങ്ങ് വായിക്കാമല്ലോ. എന്നാൽ വേദപുസ്തകം പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ പിന്നെ സൗകര്യ പ്രസംഗിക്കുന്ന അന്ന് തന്നെ കാസറ്റും കിട്ടും. അതൊന്നുകൂടി ഒന്ന് കേൾക്കുക. ഈ പറഞ്ഞതൊക്കെ നേരാണോ എന്ന് ഒന്നുകൂടെ നോക്കണം. ഇല്ലേ പുള്ളിയെ പിന്നെ വിളിക്കരുത്. സത്യങ്ങളായി പറയുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം അതത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദൈവം തരുന്ന ദൈവവചന ദൂതുകളെ ശ്രദ്ധയോടെ കേൾക്കുകയും വീണ്ടും അത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വേഗത്തിൽ അത് പഠിക്കാൻ പറ്റും. സ്തോത്രം. നോക്കൂ, വാക്യം 22. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. ഏത് പുരുഷന്മാർ? ഉൽപ്പത്തി പുസ്തകം 18:2. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ വരുന്നത് കണ്ടു. അപ്പം അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു. എങ്ങോട്ട്? സോദോമിലേക്ക്. അങ്ങനെ ആ പുരുഷന്മാർ സോദോമിലേക്ക് പോയി. ഓക്കെ, ഇനി 19:1 നോക്കൂ. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ശ്രദ്ധിക്കുന്നുണ്ടോ? അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന എത്ര പേരാണ്? 3 പേര്. സോദോമിലെത്തിയത് എത്ര പേരാണ്? 2 പേര്. ഒരാളെവിടെ? ഒരാൾ 22-ാം വാക്യത്തിൽ നിൽപ്പുണ്ട്. 22-ാം വാക്യത്തിൽ നിൽപ്പുണ്ട്. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ? കാണിക്കാം. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അപ്പൊ അബ്രഹാമിന്റെ കൂടെ ആര് നിന്നു? ഈ 3-ൽ ഒരാൾ നിന്നു. രാവിലെ പറഞ്ഞതാ, ദൈവപ്രത്യക്ഷത നമുക്ക് വിശദീകരിക്കാവുന്നതിന് അപ്പുറമാ. ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുൾപ്പടർപ്പ് ദൈവമാണെന്ന് പറയുകയല്ല വേദവസം അറിയാവുന്നവര്. ഇവിടെ യഹോവയുടെ പ്രത്യക്ഷത 18:1 യഹോവ, ഏകസത്യ ദൈവമായ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി 18:1. പക്ഷെ കണ്ടത് എന്തുവാ? 3 പുരുഷന്മാർ. അപ്പൊ ദൈവപ്രത്യക്ഷതയുടെ ഒരു 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 അനുഭവമാണ് ഇത്. അങ്ങനെയാണോ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്? ചോദിക്കാൻ നിനക്ക് എന്നെ അവകാശം? സ്തോത്രം. ദൈവത്തിന് എങ്ങനെയും പ്രത്യക്ഷപ്പെടാം. ദൈവം അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ, സോദോമിലെത്തിയപ്പോൾ 2 പേര്. മനസ്സിലാക്കേണ്ടവർക്ക് സിമ്പിളാ. അബ്രഹാം ഒരാളെ പിടിച്ചു നിർത്തി. സ്തോത്രം. ആര്? മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ ഒരാളെ തടഞ്ഞു നിർത്തി. മനുഷ്യൻ പിടിച്ചാൽ ദൈവം നിൽക്കുവോ? നിൽക്കുകയല്ല. മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ പിടിച്ചാൽ ദൈവം നിൽക്കും. കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. മനുഷ്യൻ പിടിച്ചാൽ ദൈവം നിൽക്കുമോ? ഇല്ല. പ്രാർത്ഥനക്കാരൻ പിടിച്ചാൽ ദൈവം നിൽക്കും. അതുകൊണ്ടൊരു ഭക്തൻ ഇങ്ങനെ എഴുതി വെച്ചു, പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നവന്റെ കൈകളെ ചലിപ്പിക്കുന്നവനാണ് പ്രാർത്ഥനക്കാരൻ. മനസ്സിലായില്ലെങ്കിൽ എഴുതി വെച്ചോണം. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നവന്റെ കൈകളെ ചലിപ്പിക്കുന്നവനാണ് പ്രാർത്ഥനക്കാരൻ. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ദൈവം. ദൈവത്തിന്റെ കൈകളെ നിനക്ക് ചലിപ്പിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ എവിടെയും നിനക്ക് തൊടാൻ പറ്റും, എവിടെയും നിനക്ക് ചലനമുണ്ടാക്കാൻ പറ്റും. എവിടെ ഇരുന്നു കൊണ്ട്? പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റ് വന്നു, റിമോട്ട് വന്നു,
ഇതൊക്കെ ഭയങ്കര സാധ്യതകളാ, ഭയങ്കര സാധ്യതകളാ. ഭൂലോകമൊക്കെ സുവിശേഷം അറിയിക്കാൻ ഇപ്പൊ എന്ത് എളുപ്പ. ഞങ്ങളുടെ കൊച്ചു പിറവൻ ചർച്ച് കാണാൻ വരുന്നവര്, പിറവൻ ചർച്ചിൽ ഞങ്ങളെ കാണാൻ വരുന്നവര് ആ ചർച്ചിന്റെ സൈഡ് റൂമിലോട്ട് ചുമ്മാ നോക്കുമ്പോ അവിടെ ഇതുപോലെ ഇതിന്റെയൊക്കെ പകുതി ഭംഗിയുള്ള ഒരു കർട്ടൻ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഈ കർട്ടൻ എന്താന്ന്. അയ്യോ ഇതാണല്ലോ ഞങ്ങൾ ഇന്റർനെറ്റിൽ കണ്ട കർട്ടൻ, അയ്യോ ഇതാണല്ലോ ഞങ്ങൾ ആ കാസറ്റിൽ കണ്ട കർട്ടൻ. അത്രേ ഉള്ളൂ. ചുമ്മാ ഒരു കർട്ടന്റെ പുറകിലിരുന്നുണ്ടല്ലോ ഒരു പരിപാടിയാ. ഇത് ലോകം മുഴുവൻ പോവുക. ഇപ്പൊ എന്തൊരു സൗകര്യമായി ഇപ്പൊ ദൈവം ഒരുക്കി തന്നിരിക്കുന്നത്. ഇതെല്ലാം ഒരു ദൈവവചനത്തിന്റെ സത്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണു തുറപ്പിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ തൊടാം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് രാജ്യത്തെ ചലിപ്പിക്കാം. ആര് പറയുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു. ഇതാ അബ്രഹാം ദൈവത്തെ പിടിച്ചു നിർത്തുന്നു. ഉൽപ്പത്തി 18:22. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാമിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സകല പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് ഇനി എന്തിനാ അവൻ ഇങ്ങനെ നിൽക്കുന്നേ? ഇനി ആർക്ക് വേണ്ടി അവൻ ദൈവത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? അവന് വേണ്ടിയാണോ? അല്ല. അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണോ? അല്ല. അവന്റെ ജോലി വിഷയത്തിന് വേണ്ടിയാണോ? അല്ല. അവന്റെ പാസ്പോർട്ടിന്റെ വിഷയത്തിന് വേണ്ടിയാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടി? അയൽ രാജ്യത്തിന് വേണ്ടി, സോദോമിന് വേണ്ടി ദൈവത്തെ പിടിച്ചു നിർത്തിയിരിക്കുക. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇതിനെക്കുറിച്ച് രാവിലെ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കിടാമെന്ന് പറഞ്ഞു. നമ്പർ 1, മനുഷ്യന്റെ മുൻപിൽ ഹൃദയം തുറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാം. എനിക്ക് ഈ പ്രെയർ കോൺഫറൻസിലെ ഫയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ നല്ല സൂപ്പർ ഫയൽ ഇരിക്കുന്നത്. എൻ്റെ വിചാരം ഇത് ഐപോഡിൻ്റെ കവറാണ്. കാരണം ഞാൻ ഈ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയില്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ലേ. ഞാൻ പിന്നെയും നോക്കിയപ്പോൾ എല്ലാവരുടെയും കൈ വരാൻ ഒക്കുകയില്ല ഐപോഡ്. അത് ഇച്ചിരി വില കൂടിയ സാധനമാണല്ലോ. നോക്കിയപ്പോൾ ഇവിടുത്തെ കോൺഫറൻസിൻ്റെ ഫയലാണ്. ഇങ്ങനെയൊക്കെയുള്ള കോൺഫറൻസ് വെച്ചാൽ ആരാ വരികയില്ലാത്ത? സ്തോത്രം. അപ്പം ഇത് നാളെ വീട്ടിൽ കൊണ്ടുപോയി ലുലു സൂപ്പർ മാർക്കറ്റിലെ സാധനം എഴുതാനായിട്ട് ആ പേപ്പർ വെച്ചേക്കരുത്. അതിൽ ഈ ഇവിടെ പറഞ്ഞത് മുഴുവൻ എഴുതിക്കൊണ്ട് പോകണം. മാർക്കറ്റിൽ പോകാൻ വേറെ കടലാസ് എടുത്തോണം, അല്ലെ അത് വേറെ കുറ്റമായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം എഴുതിയോ? മനുഷ്യന്റെ മുമ്പിൽ ഹൃദയം പകരുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാം. ഏതാ വാക്യം? വാക്യം 17. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? നിങ്ങൾ എൻ്റെ കൂടെ വരണം. അവിടെ തന്നെ ഇരുന്നു, പക്ഷെ ബൈബിളിലൂടെ വരണം. അബ്രഹാമിൻ്റെ വീട്ടിൽ ദൂതന്മാർ ചെന്നപ്പോൾ ഈ കാര്യം മനസ്സിൽ മറച്ചു വെച്ചിരിക്കുക. അബ്രഹാമിനോട് വിശേഷമൊക്കെ ചോദിക്കുക. എന്നോട് വിശേഷം, സുഖമാണോ? സാറാക്കുട്ടി സുഖമായിരിക്കുന്നോ? ഇങ്ങനെയൊക്കെ വർത്താനം പറയുമ്പോഴും മനസ്സിൽ ഇത് മറച്ചു വെച്ചിരിക്കുക. അബ്രഹാമിന്റെ വീട്ടിൽ സുഖം അന്വേഷിക്കാൻ വന്നതല്ല ഇവര്. സോദോമിന്റെ പരാതി സ്വർഗത്തിലെത്തിയിട്ട് നടപടി എടുക്കാൻ വന്നതാ. രോഷാകുലനായി വന്ന ദൈവമാണ്. ഒരു ഗുരുതരമായ കുറ്റത്തിന് നടപടിയെടുക്കാൻ വന്നവനാണ്. എന്നാൽ വന്ന വഴി അതിൻ്റെ അടുത്ത സ്ഥലത്ത് താമസിക്കുന്ന അബ്രഹാമിൻ, അതായത് ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിനെ ജസ്റ്റ് ഒന്ന് കാണാതെ പോകാൻ ദൈവത്തിന് പറ്റത്തില്ല. എന്തൊരു ഹൃദയം, ദൈവത്തിൻ്റെ ഹൃദയം. അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് കയറിയതേ ഉള്ളൂ. എന്നിട്ട് ഇത് പറയണ്ട എന്നോർത്ത് അവിടുന്ന് ഇറങ്ങി. അവിടുത്തെ കാര്യം മാത്രം കൈകാര്യം ചെയ്ത് ഇറങ്ങി വഴി ചെന്നപ്പോൾ പറയുക, അബ്രഹാമേ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, യഥാർത്ഥത്തിൽ വേറൊരു കാര്യത്തിനാണ്. എന്തിനാ വന്നേ? നിങ്ങളുടെ ഈ അയൽ സംസ്ഥാനം ഇല്ലേ, അവർ മഹാപെശക. അബ്രഹാം ചോദിച്ചു, എന്താ അവിടുത്തെ പ്രശ്നം? അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ച് പറയാൻ കൊള്ളുന്ന വിഷയമല്ല, അതുകൊണ്ടാണ് വീട്ടിൽ വെച്ച് പറയാൻ. അത്ര മോശം കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
സ്വർഗത്തിൽ ഇതിന്റെ നിലവിളി വരുന്നു. ഇതിനെക്കുറിച്ച് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. സോദോമിലെ പാപം എന്താണെന്ന് അറിയണമെങ്കിൽ 19-ാം അധ്യായം വായിച്ചാൽ മതി. ഈ വഷളത്വം ഏത് തലമുറയിൽ വർദ്ധിച്ചാലും ദൈവിക ന്യായവിധി അടുക്കൽ തന്നെയെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ വഷളത്വം എവിടെയെല്ലാം വർദ്ധിച്ചാലും, അവരെത്ര ധനികരായാലും, അവരെത്ര സമ്പന്നരായാലും, ദൈവത്തിന്റെ ന്യായവിധി ആ രാഷ്ട്രത്തിന്റെ മേൽ വരും, നിശ്ചയം. വഴിവിട്ട ലൈംഗികതയാണ് സോദോമ്യ പാപം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അത് തെറ്റല്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് ഒന്നുകൂടെ പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. വിവാഹ മോചനം ഒരു നാടൻ സംഭവമായി തീരുന്നു. അതൊരു സാധാരണ കാര്യമായി തീരുന്നു. അതിനോട് ബന്ധപ്പെട്ട സകല വഷളതകളും വൃത്തികേടുകളും പെരുകുന്നു. നീതിമാനായ ദൈവം ഈ തലമുറയെ ന്യായം വിധിക്കും, നിശ്ചയം. ഇതാണ് സോദോമ്യ പാപം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലകരമായ പ്രസംഗകരും എഴുന്നേറ്റിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായകരമായ പഠിപ്പിക്കലുകാരും എഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോഴുള്ള പാപത്തിനു വേണ്ടിയും വരുവാനുള്ള പാപത്തിനു വേണ്ടിയും മരിച്ചിരിക്കുന്നു എന്നാണ് ആ പഠിപ്പിക്കൽ. എത്ര മനോഹരമായ പഠിപ്പിക്കലാണ്! അത് കുറച്ചുകൂടി ആഴത്തിൽ അവർ പഠിപ്പിച്ചു വരുമ്പോൾ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്ന് ചാടും. ആ, എത്ര സുഖം! നിങ്ങൾക്ക് എന്തും ചെയ്യാം, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. അങ്ങനെ നിയമങ്ങളെ, വ്യവസ്ഥകളെ കാറ്റിൽ പറത്തുന്ന ഉപദേഷ്ടാക്കളും പെരുകിയിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ദൈവം തന്റെ പ്രമാണം മാറ്റുമോ? ഒരു നാളും ഇല്ല. സോദോമ്യ പാപം വളരെ ഭയങ്കരമായി. ദൈവം അതിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. വാക്യം 20. പിന്നെ യഹോവ, സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിന്റെ ഹൃദയത്തിൽ വേദന തട്ടി, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായി. എന്തിന്? മനുഷ്യൻ പാപത്തിൽ ആയപ്പോൾ. ഇത്രയും മനസ്സിലായല്ലോ. ഏത് കുടുംബം പാപത്തിൽ വീണാലും നൊമ്പരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഏത് സഭ പാപത്തിൽ വീണാലും തകരുന്ന ഹൃദയമുള്ള ഒരു ദൈവമുണ്ട്. ഏത് രാഷ്ട്രം പാപത്തിൽ വീണാലും മുറിവേൽക്കുന്ന മനസ്സുള്ള ഒരു അപ്പൻ സ്വർഗത്തിൽ ഉണ്ട്. എന്ന് മാത്രമല്ല, ദൈവത്തിന് അത് ഷെയർ ചെയ്യണം. ആരോട്? പ്രാർത്ഥിക്കുന്നവരോട്, മധ്യസ്ഥ ചെയ്യുന്നവരോട്. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ഒന്നാമത്തെ പാഠം, ദൈവത്തിന് തൻ്റെ ഹൃദയം മനുഷ്യരോട് പകരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരോടും പറയാനൊക്കത്തില്ല. നാടൻ മലയാളത്തിൽ ഞാൻ പറയുക, എല്ലാവരോടും എല്ലാ കാര്യവും പറയാൻ പറ്റുകയില്ല. പറ്റുമോ? പറ്റില്ല. ദൈവത്തിന് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം പങ്കിടണമെങ്കിൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഹൃദയമുള്ളവരുണ്ടാവണം. ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ എടുത്തത് 1 ശമൂവേൽ 3 വായിപ്പിക്കുന്നില്ല, പറയാം. ഏലി എന്ന ഒരു സീനിയർ പാസ്റ്റർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലല്ലേ പ്രയോജനമുള്ളൂ. ഏലി എന്ന ഒരു സീനിയർ പാസ്റ്റർ ദീർഘവർഷമായി ശുശ്രൂഷിക്കുന്ന ആ ചർച്ചിൽ ഒരു പുതിയ ബൈബിൾ സ്കൂൾ സ്റ്റുഡന്റ് വന്നു. പേര് ശമൂവേൽ. ഒരു അസോസിയേറ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടി വന്നതാ. അവിടെ നിന്ന് ശുശ്രൂഷ പഠിക്കണം, അമ്മയുടെ ആഗ്രഹമാണ്. അമ്മ ഒരുപാട് കരഞ്ഞു കിട്ടിയൊരു കുഞ്ഞാ. ഈ കുഞ്ഞിനെ ദൈവവേലയിൽ വളർത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അല്ലാതെ ഇപ്പോൾ എവിടെയാണ് കൊണ്ടേ ആക്കുന്നത്? സച്ചിൻ തെണ്ടുൽക്കറുടെ അവിടെ കൊണ്ട് വിടാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഉള്ളിടത്തെ വിടാനേ പറ്റുള്ളൂ. ശുശ്രൂഷ കേന്ദ്രത്തിൽ കൊണ്ടുവന്നാക്കുക, അല്ലാതെ എവിടെയാക്കുക?
അപ്പം പോയപ്പോൾ പലരും പറഞ്ഞു കാണും, അവിടെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല എൻ്റെ വല്യമ്മേ, ഇവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ കൃപ കിട്ടുമെന്ന് പറഞ്ഞു കാണും. പക്ഷേ അമ്മച്ചി അങ്ങനെയല്ല. അമ്മച്ചി ഒരു വ്യവസ്ഥയുള്ള അമ്മച്ചിയാണ്. ഈ ഹന്നയെക്കുറിച്ച് പഠിച്ചാൽ അതിന് തന്നെ ഇപ്പോൾ സമയം അങ്ങ് പോകും. ഹന്ന ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇതേ പുള്ളിക്കാരനായിരുന്നു ശുശ്രൂഷയിലുണ്ട്. പുള്ളിക്കാരൻ ചെന്നിട്ട് തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നീ കള്ളു കുടിച്ചതാണെന്ന്. അത് വെളിപ്പാടിൽ നിന്നായിരിക്കുകയല്ല, ഊഹത്തിൽ നിന്നാണ്. ഊഹം എങ്ങനെയാ വന്നേ? ഊഹം ഞാൻ പറയാം, എൻ്റെ ഊഹം പറയാം. പുള്ളിയുടെ വീട്ടിൽ ഈ സംഭവം ഉണ്ട്. ലെവല് തെറ്റി വർത്താനം പറയുന്ന പിള്ളേരുണ്ട്. അപ്പം അറിയാം കുടിച്ച് കൂടിപ്പോയിന്ന്. അപ്പം ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ ചുണ്ടനങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. ഇത് വെള്ളം തന്നെയാണ്. അത് വെളിപ്പാടല്ല, അനുഭവത്തിൽ നിന്നാണ്. വെളിപ്പാട് പറയുന്നവർ എക്സ്പീരിയൻസ് കയറ്റരുതതിനിടയിൽ കയറ്റിയ കുഴയും. അങ്ങനെ പലരും പെട്ടിരിക്കുക, ഊഹങ്ങൾ വെച്ച് പറയുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞില്ലേലും കുഴപ്പമില്ല, വെളിപ്പാട് കൺഫേം ആണെങ്കിലേ പറയാവുള്ളൂ. സ്തോത്രം. പറയുന്ന കേട്ടാ തോന്നുന്നു ഇത് കറക്റ്റ് വെളിപ്പെട്ടിട്ട് പറയുക. നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങ് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ചോദിക്കുന്നത്, ആ അമ്മച്ചിയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ പുതിയൊരു സഭ തുടങ്ങുകയല്ലേ? ഒരു റൂം വർഷിപ്പ് സെന്ററിൽ കിട്ടുമോ എന്നുള്ളതാണ് പിന്നത്തെ നോട്ടം. കാരണം ഇത് പീഡനം അനുഭവിക്കുന്ന പല സ്ത്രീകൾ അവിടെ കാണും, പല പുരുഷന്മാരവിടെ കാണും. ഇത് 2-3 പേരോടൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഒരു സഭ റെഡി. ഉദ്ഘാടനത്തിന് ആളെ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ അമ്മാമ്മ വേറെ സഭ തുടങ്ങിയില്ല. ഇതിപ്പോൾ നിലവിലുള്ളത് ദൈവം ആക്കിയതാ, ദൈവം തന്നെ മാറ്റിക്കോളൂ എന്നൊരു വെളിപ്പാട് തനിക്ക് കിട്ടി. സ്തോത്രം. നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് മാക്സിമം വിധേയപ്പെട്ട് നിൽക്കുക. ദൈവത്തിന് സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കഴിയും. ദൈവത്തിന് സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കഴിയും. സ്തോത്രം. നോക്കൂ, എത്ര മനോഹരമായ ചിത്രം. അതേ പുരോഹിതൻ ജീവിച്ചിരിക്കുന്ന ആലയത്തിൽ കൊണ്ടുവന്ന് ഈ കൊച്ചിനെ ആക്കി. അപ്പൊ എന്റെ തലേ കൈവച്ച് മദ്യമാണെന്ന് പറഞ്ഞ ആളുടെ അടുത്ത് ഈ കൊച്ചിനെ ഇനി വിടാവോ? ഓ, അതൊക്കെ ഭയങ്കരമാ, പഠിക്കേണ്ട കാര്യമാ. അവിടെ കൊണ്ടുവന്ന് വിട്ടു. ആ കൊച്ചൻ അവിടെ എത്തിയ അന്ന് തന്നെ ദൈവം അവനെ വിളിച്ചു. ഞാൻ എൻ്റെ നാടൻ ഭാഷയെ പറയാ, ദൈവം ഇങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുകയായിരുന്നു ഇതൊന്ന് പറയാൻ. എൻ്റെ വിഷയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിന് തൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ പങ്കിടാൻ ആൾ വേണം. പക്ഷെ എല്ലാവരോടും പറയാൻ പറ്റൂല. ഈ കൊച്ചൻ വന്ന അന്ന് ദൈവം മനസ്സ് തുറന്നു. എന്തെല്ലാമാ പറഞ്ഞെന്നറിയാവോ? പറഞ്ഞു തുടങ്ങിയത്, ഞാനൊരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവനെ ചെവി മുഴങ്ങും എന്ന് പറഞ്ഞ് ഈ കൊച്ചിനോടാ, ഒരു കൊച്ചിനോടാ ഈ പറയുന്നേ. പ്രായം ദൈവത്തിന് വിഷയമല്ല കേട്ടോ, പാരമ്പര്യം ദൈവത്തിന് വിഷയമല്ല കേട്ടോ. സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയമുണ്ടെങ്കിൽ, ഏൽപ്പിക്കപ്പെടുന്ന ഒരു യൗവനക്കാരനുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിലും ദൈവം തന്റെ ഹൃദയം പകരാൻ ഒരുങ്ങി വന്നിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ശമൂവേലിനോട് പറഞ്ഞു, അങ്ങനെ ദൈവത്തിന് തൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ പങ്കിടുവാൻ ആളെ വേണം. ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പാഠം, നമ്പർ 2 എഴുതാം. നീതിയും സ്നേഹവും തമ്മിൽ പോരാടുന്ന ഹൃദയമുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ഭാഷാ പ്രയോഗമൊക്കെ ഇച്ചിരി പ്രശ്നമുള്ളതാണെന്ന് എനിക്കറിയാം, എങ്കിലും വിശദീകരിക്കുമ്പോൾ അത് മാറിക്കോളും. നീതിയും സ്നേഹവും തമ്മിൽ പോരാടുന്ന ഹൃദയമുള്ളവൻ അത്രേ നമ്മുടെ ദൈവം. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അപ്പോൾ എഴുതിയ വാചകം നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ നീതി വിട്ടുവീഴ്ചയില്ലാത്ത, ദൈവത്തിൻ്റെ സ്നേഹം മായമില്ലാത്ത. ഒരു നീതിമാനായ ജഡ്ജി കോടതിയിൽ ഇരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ വരുന്ന കേസ് പഠിക്കുന്നു, വിധി പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഒരു ദിവസം അദ്ദേഹം കേസെല്ലാം പഠിച്ചിട്ട് പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിളിച്ച് കൂട്ടിലോട്ട് കയറ്റി നിർത്തുമ്പോൾ ജഡ്ജിയുടെ ശബ്ദം താന്നു. അതിഗൗരവത്തോടെ ചോദ്യം ചെയ്യാറുള്ള ഈ മനുഷ്യൻ ഒരു സെക്കൻഡ് മൗനമായി. കോടതി മൊത്തം മൗനമായി.
ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹം അന്ന് കോടതിക്ക് അവധി കൊടുത്തിട്ട് വീട്ടിൽ പോയി. കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, 20 കൊല്ലം മുമ്പ് വീട് വിട്ടു പോയ ജഡ്ജിയുടെ മകനാണ് ഇപ്പൊ പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. വേറെ പേരിലാ വന്നത്. മുഖത്തോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നീതിയും സ്നേഹവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് മനസ്സിലായോ? നീതി നടത്താൻ പറ്റുന്നില്ല സ്നേഹം കാരണം. അപ്പന തൂക്കിക്കൊല്ലേണ്ട വിധി കൊടുക്കാൻ എങ്ങനെ പറ്റും? ഇതാണ് അപ്പന്റെ ഹൃദയം. പാപത്തിന്റെ ശമ്പളം മരണം. മകന് മരണം കൊടുക്കാൻ നീതിമാനായ ദൈവത്തിന് ബുദ്ധിമുട്ടാണ്. ദൈവം അതിന് കണ്ടെത്തിയ മാർഗമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ അയച്ചത്. ഈ തത്വം, ഈ സത്യം ഒരുത്തൻ തിരിച്ചറിഞ്ഞാൽ ബൈബിള് പിന്നെ ഈസിയാ. ഇത് മനസ്സിലാകാതെ ബൈബിള് പഠിച്ചാൽ ഏറ്റിക്കോര് പഠിച്ച പോലെ ഇരിക്കും. ഇത് പഠിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ബുദ്ധിക്ക് വേണ്ടി പഠിക്കാതെ ഒരു ആത്മനിറവിന് വേണ്ടി പഠിക്കുക. വെളിപ്പാടിലൂടെ ദൈവവചനം ഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ നാം ചിന്തിച്ചു വരുന്നത്? നീതിയും സ്നേഹവും തമ്മിൽ പോരാടുന്ന, ഏറ്റുമുട്ടുന്ന ഒരു ഹൃദയമുള്ള ഒരു ദൈവത്തെ ഇവിടെ കാണാം. നോക്കൂ, ഒന്ന്, അതിനകത്ത് 3 കാര്യം ഞാൻ പറയാം. ഒന്ന്, പാപത്തോട് കോംപ്രമൈസ് ചെയ്യാൻ നീതിമാനായ ദൈവത്തിന് കഴിയുകയില്ല. ബി, അല്ലെങ്കിൽ 2, അതിൽ തന്നെ ബി, പാപിയെ ശിക്ഷിക്കാൻ സ്നേഹവാനായ ദൈവത്തിന് കഴിയുകയില്ല. സി, അതുകൊണ്ട് അവനൊരു മധ്യസ്ഥനെ തിരയുന്നു. ഒന്ന് വായിക്കാമോ? ഉറക്കെ വായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാമോ? എസെക്കിയേൽ 33:11. ആ, ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളത്. ദുഷ്ടൻ, പാപി, അവനെ ന്യായം വിധിക്കാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന്. അവൻ മരിക്കുന്നതിന്റെ തലേ ദിവസമെങ്കിലും മാനസാന്തരപ്പെടുന്നതാണ് എനിക്കിഷ്ടം. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദുബായിലുള്ള ദുഷ്ടനെ കുറിച്ചും അത് തന്നെയാണ് ദൈവത്തിന്റെ ഇഷ്ടം. UAE-യിലുള്ള ദുഷ്ടനെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അതാ. ചൈനയിലുള്ള, ഇന്തോനേഷ്യയിലുള്ള, അമേരിക്കയിലുള്ള, രാജസ്ഥാനിലുള്ള, ബീഹാറിലുള്ള, കേരളത്തിലുള്ള ദുഷ്ടനെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അത്. അപ്പൊ പാപിയെ നരകത്തിലിടാൻ വേണ്ടി ഇങ്ങനെ നരകത്തിന് തീയും കൂട്ടിയിരിക്കുന്ന ഒരു ദൈവമല്ല ബൈബിളിലെ. പാപിയെ നരകത്തിലിടാൻ നരകത്തിന്റെ വലിപ്പം ഇങ്ങനെ കൂട്ടി കൂട്ടി, കൂടുതൽ പാപികൾ വരട്ടെ, കുറച്ച് പാപികൾ കൊണ്ട് വരട്ടെ, നരകം ഇച്ചിവിടെ വലുതാക്കാം, അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവമല്ല. നരകം മനുഷ്യന് വേണ്ടിയുള്ളതല്ല. അയ്യോ, പിന്നെ ആർക്ക് വേണ്ടിയുള്ളതാ? ഈ കോളേജ് പിള്ളേരോട് സുവിശേഷം പറയുമ്പോൾ അവർ പറയുന്ന ഒരു തമാശ ഉണ്ട്. എൻ്റെ പാസ്റ്ററെ, നരകം കാലി കിടന്ന മോശമല്ലേ, ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് പൊയ്ക്കോളാം, ഞങ്ങളൊരു ഗിറ്റാറും ഒക്കെ ആയിട്ട് അതിൽ നടന്നോളാം, അവിടെയും പാട്ടുണ്ടല്ലോ, പിശാചിന്റെ ഉണ്ട് ഈ പരിപാടി. ഇവരോട് ആരോ പറഞ്ഞു കൊടുത്തു കുറെ പേരെ നരകത്തിൽ ഇട്ടേ പറ്റുള്ളൂ. നോ, ബൈബിൾ വായിച്ചു നോക്കണം. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയതാ നരകം, ആദാമ്യ സന്തതിക്ക് വേണ്ടി ഒരുക്കിയതല്ല. വാക്യം ഒന്നുകൂടെ, എസെക്കിയേൽ 33:11 ഉറക്കെ വായിച്ചോ. എന്നെ ആണയെന്ന് പറഞ്ഞാൽ എന്നാ? ദൈവത്തിന് ആണയിടാൻ വേറെ ഇല്ല. പള്ളിയാണ് സത്യം, അമ്മയാണ് സത്യം എന്നൊക്കെയല്ലേ നമുക്ക് പറയാനുള്ളത്. ദൈവത്തിന് അത് വല്ലതും പറയാൻ പറ്റുമോ? അവിടെ ദൈവം പറയാ എന്നാണ്. ഒന്നുകൂടെ വായിച്ചോ. ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ട് മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോകുന്നതാണ് എന്റെ സന്തോഷം. അതുകൊണ്ട് ആ കുരിശിലെ കള്ളൻ ശ്വാസം പോകുന്നതിന്റെ ഒടുവിലത്തെ മിനിറ്റിൽ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചപ്പോൾ നിശ്ചയമായും നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന്
കർത്താവ് പറഞ്ഞത് ഈ ഹൃദയമുള്ളത് കൊണ്ടാ. കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. ദൈവത്തിന്റെ ഹൃദയം നിങ്ങൾ കണ്ടോ? എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ച തന്നെ സോദോമിന്റെ പാപം വഷളത്വം എന്റെ മുമ്പിലെത്തി, എനിക്ക് അവരെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടോ? പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹമോ? ദൈവത്തിന്റെ ആഗ്രഹം അവൻ മാനസാന്തരപ്പെടണം, അവൻ മാനസാന്തരപ്പെടണം, അവൻ മാനസാന്തരപ്പെടണം. സ്തോത്രം, 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 സ്തോത്രം. ജയിലിലേക്ക് പോകുന്നതാണല്ലോ ഏറ്റവും വലിയ അവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. ജയിലിലേക്ക് ഒരുത്തം പോകുമ്പോഴും ദൈവം തമ്പുരാൻ ഒരു സുവിശേഷനെ ജയിലിലോട്ട് വിടുക. കാരണം അവൻ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ഗവൺമെന്റ് ഒരുത്തനെ നന്നാക്കാൻ നോക്കിയിട്ട് പറ്റാതെ വരുമ്പോൾ ജയിലിലോട്ട് വിടുക. ദൈവം തമ്പുരാൻ ജയിലിലോട്ട് സുവിശേഷകനെ വിടുക. അവനെ അവിടെ വെച്ചെങ്കിലും രക്ഷയിലേക്ക് നയിക്കണം. സ്തോത്രം, സ്തോത്രം. ദുഷ്ടന്റെ മരണത്തിൽ ഇഷ്ടമില്ലാത്തൊരു ദൈവം, പാപിയുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തൊരു ദൈവം, അവൻ ഒടുവിലത്തെ നിമിഷത്തിലെങ്കിലും മാനസാന്തരപ്പെട്ട് നിത്യജീവനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ ഹൃദയം നിങ്ങൾക്ക് ഇവിടെ കാണാം. നീതിയും സ്നേഹവും ഒരുപോലെ ദൈവത്തിന്റെ അകത്തുണ്ട്. ദുഷ്ടന്റെ മരണത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എസെക്കേൽ 22:30 കൂടെ ഒന്ന് ഉറക്കെ വായിച്ചേരെ. 22:30. ഇത്ര ഓളിയുള്ള ആൾ ഇവിടെ ഉണ്ടായിട്ടാണോ ഇതുവരെ മിണ്ടാതിരുന്നത്? കൈകൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതില് കെട്ടി എന്റെ മുമ്പിൽ ഇടിവിൽ നിൽപ്പാൻ. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എനിക്ക് ഈ വേദപുസ്തകത്തോട് ഭയങ്കര സ്നേഹ. ഇത് മലയാളത്തിലൊന്നും അല്ല ആദ്യം എഴുതിയത്. എത്ര ഭാഷ കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ വന്നേ. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് മരിച്ചുപോയ മനുഷ്യരുണ്ട്. അവരെയെങ്കിലും ഓർത്തിട്ട് ഇത് വായിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് ചുമ്മാ തൊട്ടു വന്നിക്കാനും കണ്ണടച്ചിരുന്നുകൊണ്ട് സ്വതന്ത്രം പറയാനും ആണെങ്കിൽ ഇത് ഗ്രീക്കിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഗ്രീക്കിൽ ഇരുന്നാ പോരെ, ഇങ്ങനെ തൊട്ടിട്ട് ഉമ്മ കൊടുത്താ പോരെ. ഇത് എന്തിനാ തർജ്ജമ ചെയ്തത്? എന്തിനാ? നിന്റെ തലയ്ക്കകത്തോട്ട് ഇത് കയറാനാ, നിന്റെ ഹൃദയത്തിനകത്ത് ഇത് ക്രിയ ചെയ്യാനാ, ഇത് ജീവനായി വ്യാപരിക്കാനാ, ഇത് വിടുതലായി നിന്റെ അകത്ത് കത്താനാ ഇത് എഴുതി തന്നത്. ജീസസ്. നമ്മുടെ സോഫ്റ്റ്വെയർ മാറണം. നെഗറ്റീവ് ചിന്തകൾ, ശാപത്തിന്റെ ചിന്തകൾ, ലോകത്തിന്റെ ചിന്തകൾ ഡിലീറ്റ് ചെയ്തിട്ട് വചനത്തിന്റെ ചിന്ത നിന്റെ അകത്ത് നിറയ്ക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെയാണ് അതിന് ചുറ്റും മതിൽ കിട്ടി എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ ഞാൻ ഒരാളെ അന്വേഷിച്ചത്. എന്താ എൻ്റെ അർത്ഥം? എന്താ എൻ്റെ അർത്ഥം? എനിക്ക് പാപം ചെയ്യുന്ന ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആരേലും ഒരുത്ത മുട്ട കുത്തിയിട്ട് എൻ്റെ ദൈവമേ നശിപ്പിക്കരുത് എന്നൊന്ന് പറയായിരുന്നെങ്കിൽ എനിക്ക് നശിപ്പിക്കാതിരിക്കായിരുന്നല്ലോ എന്ന്. ഇതൊരു ഭയങ്കര കാര്യമാണല്ലേ. എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ അത്ഭുത രഹസ്യമാണത്. പ്രൈസ് ദി ലോർഡ്. അതെന്തോ അത് എനിക്കും കൂടി ഇതിനകത്തൊരു പങ്ക് ദൈവം തരിക. ഹല്ലേലൂയ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ ആരെങ്കിലും ഒരുത്തൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവന്റെ കെയർ ഓഫിൽ എനിക്ക് ആ ദേശത്തെ രക്ഷിക്കാം, അവന്റെ കെയർ ഓഫിൽ എനിക്ക് ആ ദേശത്തെ വിടുവിക്കാം, അവന്റെ കെയർ ഓഫിൽ എനിക്ക് ആ ദേശത്തോട് കരുണ കാണിക്കാം. ആരെങ്കിലും ഒരുത്തനുണ്ടോ? സ്തോത്രം. ഈ ഒരു ചോദ്യമാണ് ഈ കോൺഫറൻസിന്റെ പിന്നിലത്തെ പ്രേരക ശക്തി. സ്തോത്രം. ഞാനിവിടെ പല കൺവെൻഷനും പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര ആളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്തോ ഒരു പരിപാടി ദൈവം ഇവിടെ ചെയ്യാൻ പോവുകയാ, എന്തോ ദൈവിക പദ്ധതി ഇതിനകത്ത് ദൈവം ചെയ്യാൻ പോവുകയാ. ഇത് ഒരു മാനുഷിക സംഘടനയല്ല, ഇതൊരു ദൈവിക പദ്ധതിയാണ്.
25 കൊല്ലമായി ഞാൻ പ്രയറിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് മിടുക്കനാന്നല്ല. അങ്ങനെ ധരിച്ചു പോയാൽ ക്ഷമിക്കണം. എനിക്കിത് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ പഠിപ്പിക്കുന്നത്. അതാ ഇതിനകത്ത് യഥാർത്ഥ സത്യം. ഇത് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് പഠിക്കാവില്ലെന്ന് ഓർത്തിട്ടാ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇത് പഠിച്ചു വന്നപ്പോ ഇതൊക്കെ എഴുതാമെന്ന് വെച്ചു. അങ്ങനെ അതൊരു ഒരു ഭാഗം എഴുതി പുസ്തകമാക്കി ഇവിടെ കൊണ്ടുവന്ന് അത്രയും തീർന്നു. ഇനി വേണ്ട ഒരു നാട്ടിൽ അന്വേഷിച്ചാൽ കിട്ടും. നമുക്ക് ഒരുപാട് സാധനം ഈ കൊണ്ടുവരാവുന്ന വണ്ടിയിലല്ലോ നമ്മൾ വരുന്നത്. സ്തോത്രം. ദൈവം എന്താ ഈ പറയുന്നത്? എനിക്ക് ഈ ദേശത്തെ നശിപ്പിക്കണമെന്നുണ്ട് എന്നല്ല, നശിപ്പിക്കരുതെന്നുണ്ട്. അപ്പൊ നശിപ്പിക്കണമെന്ന് ആരാ ദൈവമേ പറഞ്ഞേ? ആ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ നശിപ്പിക്കുന്നത്. എൻ്റെ നീതി എന്നെ സമ്മതിക്കത്തില്ല പാപിയെ വെറുതെ വിടാൻ. പക്ഷെ എൻ്റെ സ്നേഹം പറയുക, ആരെങ്കിലും ഒരുവൻ ഇടിവിൽ നിൽക്കാമെങ്കിൽ, ആരെങ്കിലും ഒരുവൻ ഇടിവിൽ നിൽക്കാമെങ്കിൽ, ആരെങ്കിലും ഒരുവൻ ഇടിവിൽ നിൽക്കാമെങ്കിൽ, ആരെങ്കിലും ഒരുവൻ ഇടിവിൽ നിൽക്കാമെങ്കിൽ ഞാൻ എൻ്റെ നിയമം, ഞാൻ എൻ്റെ തീരുമാനം മാറ്റാം, ഞാൻ എൻ്റെ പദ്ധതി പൊളിക്കാം. ഇതിങ്ങനെ പ്രസംഗിച്ചു പോകാനല്ല, ഇതൊരു വെളിപ്പാടായി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആണി അക്ഷരം പോലെ എഴുതണം. ഇത് ഇന്ന് രാത്രി ഒരു തീ പോലെ കത്തണം. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ വന്നതുപോലെ തിരിച്ചു പോകരുത്. നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രാർത്ഥനയുടെ തീ കത്താൻ തുടങ്ങണം. Glory to God. Hallelujah. സ്തോത്രം, സ്തോത്രം. ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? അപ്പോൾ നമ്മുടെ ലെസൺ, രണ്ടാമത്തെ ലെസൺ, ദൈവത്തിന് നീതി ഉണ്ട്, ദൈവത്തിന് സ്നേഹവുമുണ്ട്. ഇതിൽ ഒന്നും ദൈവത്തിന് കളയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് കളയാൻ പറ്റത്തില്ല? ബൈബിളിൽ എഴുതിയിരിക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ട്. ഒന്നുകൂടെ പറയാം, സർവശക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിയുന്നവനെന്നാ. പക്ഷെ സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ട്. അതിലൊന്നാ, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. വാക്ക് മാറാൻ അവന് കഴിയുകയില്ല. നമ്മൾ പറയുന്നത് എന്നാണെന്നറിയാവോ? വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ. ദൈവം പറയുന്നത് കൈ വേണേ മാറ്റാം, കാല് വേണേ മാറ്റാം, ഞാൻ വേറെ വെച്ച് തരാം. പക്ഷെ വാക്കെനിക്ക് മാറാൻ ഒക്കുകയില്ല. കാരണം എൻ്റെ വാക്കിനാൽ ഉളവായ ഭൂമിയിലാ നീ നിൽക്കുന്നേ. ദൈവത്തിന് വാക്ക് മാറാൻ പറ്റില്ല. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയില്ല. അവന്റെ നീതിയിൽ അവന് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അവന്റെ സ്നേഹത്തിൽ മായം ചേർക്കാൻ അവന് പറ്റില്ല. ഇതാണ് കാൽവറിയുടെ രഹസ്യം. ഇതാണ് സുവിശേഷത്തിന്റെ രഹസ്യം. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ രഹസ്യം. പാപിക്കും പരിശുദ്ധനും ഇടയിൽ യേശു മധ്യസ്ഥനായി. ഇനിയും പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണം, ദുരുപദേശമാണെന്ന് തോന്നിപ്പോവും. അതേ സ്ഥാനത്തേക്ക് മധ്യസ്ഥ പ്രാർത്ഥനക്കാരനെ ദൈവം കയറ്റുക. പാപിക്കും പരിശുദ്ധനും ഇടയിൽ മധ്യസ്ഥനായി യേശു വന്നു. മധ്യസ്ഥ പ്രാർത്ഥനക്കാരനിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഈ ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുക എന്നതാ. എത്ര ശ്രേഷ്ഠമായ ശുശ്രൂഷയാ മധ്യസ്ഥ പ്രാർത്ഥന. സ്തോത്രം. എനിക്കൊരു പ്രസംഗികനാകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു കുറവാ. പക്ഷെ എനിക്കൊരു പ്രാർത്ഥനാ മനുഷ്യനാകണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? യഥാർത്ഥത്തിൽ കൊതിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ പ്രാർത്ഥനാ മണിക്കൂർ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രാർത്ഥനയിലെ ബോറിംഗ് ഒന്ന് മാറ്റി കിട്ടണം. പ്രാർത്ഥനയിൽ എനിക്കൊരു സക്സസ്ഫുൾ പ്രേയർ എനിക്ക് നടത്താൻ കഴിയണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇടിഞ്ഞു കിടക്കുന്നത് എനിക്കൊന്ന് പണിയണം. എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്ന് ഉണരണം. എനിക്ക് കുറെ കൂടെ പ്രാർത്ഥിക്കുന്നവനാകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? കൈയൊന്ന് ഉയർത്തി പിടിക്കാമോ? ഹല്ലേലൂയ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കൈ ഉയർത്തി പിടിച്ചിരിക്കുക. നിങ്ങൾ കൈ ഉയർത്താൻ വേണ്ടിയല്ല, എൻ്റെ ആഗ്രഹമാണത്. കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ മുന്നേറണം, കുറെ കൂടെ പ്രാർത്ഥനയിൽ മുന്നേറണം, കുറെ കൂടെ പ്രാർത്ഥനയിൽ മുന്നേറണം. പലയിടത്തും പറഞ്ഞ കാര്യ, നാല് ഓർക്കാൻ വേണ്ടി പറയുക. ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്ന
ഞാൻ 3 ദിവസം ആ യോഗത്തിന് പോയി. എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു സമയം തന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പോകുന്നില്ലെന്ന്. ഞാനൊരു ചെറിയ തമാശ പോലെ പറഞ്ഞു, നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു അല്പസമയം പ്രാർത്ഥിച്ചാലോ ആ യോഗത്തിന് വേണ്ടി. ഓ, പാസ്റ്റർ ചുമ്മാ തമാശ പറയുന്നു, ഇവിടെ മൈക്കുണ്ടോ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം തമ്പുരാൻ ഇപ്പൊ കുറെ വർഷമായില്ലേ, പഴയ പോലെ കേൾവിയില്ല. മൈക്കിൽ കൂടെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കേൾക്കും. മൈക്കിൽ കൂടി ഒന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയല്ല. ചുമ്മാ നമുക്കൊരു അക്കോമഡേഷൻ എന്നുള്ളതേ ഉള്ളൂ. ഇത് ആലുവായിൽ നിന്ന് കർത്തൃദാസനും പിന്നെ കൊങ്ങാണ്ടൂരിൽ നിന്ന് വന്ന വിലയേറിയ ദാസനും പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന ഒരു അക്കോമഡേഷൻ എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ വലിയ കഥയൊന്നുമില്ല. അതിന് മുമ്പ് വല്ലവരും കരഞ്ഞിട്ടുണ്ട്, യോഗ അനുഗ്രഹിക്കപ്പെടും. ഉള്ള സത്യം അല്ലാതെ വല്ലതും പറയാൻ പറ്റുമോ? യോഗത്തിന് നോട്ടീസ് അടിക്കുന്നതിന് മുമ്പ് അകത്തളങ്ങളിൽ മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കിയവരുണ്ടെങ്കിൽ ആ യോഗം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഞങ്ങൾക്കിടെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ്റെ മുമ്പ് ഒരു മാസത്തെ പ്രാർത്ഥനയാണ്. അപ്പം എല്ലാവരും വിളിച്ചു പറയും, കൺവെൻഷൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ മുഴുവൻ ഈ സമയത്ത് പ്രാർത്ഥിച്ചോണം. കൺവെൻഷൻ സമയത്ത് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല. ഒരു പുതിയ രീതിയൊന്ന് നോക്കാം. പരാജയപ്പെടുകയാണെങ്കിൽ നമുക്ക് അന്നേരം തിരുത്താവുന്ന ഓർത്ത് തുടങ്ങി. 1-ാം വർഷം സന്ധ്യയായി ഉഷസ്സുമായി വൻ വിജയമായിരുന്നു. അപ്പോൾ പിന്നെ ആരും പ്രാർത്ഥിക്കുകയല്ലേ, ഒരാൾ പ്രാർത്ഥിച്ച് തുടങ്ങും. അത് തന്നെ സ്തോത്രം. ഇതല്ലാതെ വന്നാലത്തെ കുഴപ്പമില്ല, പിടകൊന്നും ചെയ്യരുതേ. ഈ കേർക്ക് ആകെ കിട്ടുന്ന അവസരമല്ലേ. പുള്ളി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉൾപ്പെടുത്തും. കാരണം പ്രസംഗിക്കാനോ സമയമില്ല. അപ്പോൾ പ്രസംഗിക്കാൻ വന്നയാൾ അവിടെ ഇരുന്ന് വിഷമിക്കുക. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി പുള്ളിക്കാരനൊരു 25 മിനിറ്റ് കിട്ടും. ഓ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്നും പറഞ്ഞ് പിരിഞ്ഞു പോകും. ആർക്ക് ജയം തന്നു? പിശാചിന്. ചടങ്ങുകൾ കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒറ്റ സ്ഥലത്ത് സമയമില്ല. ചടങ്ങുകൾ കാരണം ദൈവത്തിന്റെ ആത്മാവിന് കേറാൻ പോലും പറ്റുന്നില്ല. കാര്യങ്ങൾ പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ സഭകളിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു. ഫോർമാലിറ്റീസ്, ആൾക്കാരെ ആദരിക്കല്, അനുമോദിക്കല്, അനുശോചനം, അനുമോദനം എല്ലാം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ഞാൻ വലിയ കോൺഫറൻസുകളിൽ പങ്കെടുക്കാൻ പോയി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടല്ല, നോ, എനിക്ക് സമയമേ വേണ്ട, എനിക്ക് കിട്ടി. ഇപ്പോഴും ഒരു കോൺഫറൻസ് കഴിഞ്ഞ് വരിക, ദൈവത്തിന്റെ കൃപയാൽ ഇഷ്ടംപോലെ സമയം കിട്ടി. ഇതിനു മുമ്പ് ഞാൻ കണ്ടു വളരെ വിലപ്പെട്ട ആളുകൾ ഇരിക്കുമ്പോൾ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വേറൊരാളെ കൊണ്ടുവരിക, ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വേറൊരാളെ കൊണ്ടുവരിക, ആ പുള്ളിയെ പരിചയപ്പെടുത്താൻ വേറൊരാള്. അയ്യോ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? 9:30 ഭക്ഷണം, 9:25 വരെ പരിചയപ്പെടുത്തി. പ്രസംഗിക്കുന്ന ആൾ എഴുന്നേറ്റ് കണ്ണുനീരോടെ ഒരു പാട്ടുപാടി അവസാനിപ്പിച്ചു. നടന്ന സംഭവം കൂട്ടിച്ചേർത്തിട്ടില്ല ഒട്ടും. ഫോർമാലിറ്റീസ്, ചടങ്ങുകൾ, ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ഇടമില്ല. ആരെങ്കിലും ഹൃദയം തുറക്കുമോ, ആരെങ്കിലും ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുമോ, എങ്കിൽ ദൈവം നമ്മുടെ തലമുറയിൽ വലിയ കാര്യം ചെയ്യും. താങ്ക് യു ജീസസ്. അവൻ മധ്യസ്ഥരെ തിരയുന്നു, അവൻ മധ്യസ്ഥരെ തിരയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മൈക്കിൽ കൂടെയുള്ള പ്രാർത്ഥനയായി അധപ്പതിച്ചു. രഹസ്യത്തിൽ പ്രാർത്ഥിക്കാത്ത ആൾക്ക് പരസ്യ പ്രാർത്ഥനയ്ക്ക് സമയം കൊടുത്താൽ നമുക്കന്ന് വീട്ടിൽ പോകാൻ പറ്റുകയില്ല. എന്നാൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്ക് അധികം സമയം വേണ്ട. പ്രാർത്ഥന രഹസ്യത്തിലാ, പ്രാർത്ഥന രഹസ്യത്തിലാ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന്, ഇവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നത്, അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന, ഈ രഹസ്യത്തിൽ കാണുന്ന പിതാവെന്നൊക്കെ പറഞ്ഞ എന്നാന്നറിയാവോ? ഒരു സ്റ്റൈലും ഇല്ല. അവിടെ എനിക്ക് കരയാം, അവിടെ എനിക്ക് ചിരിക്കാം, അവിടെ എനിക്ക് തറക്കിടന്ന് ഉരുളാം.
നിങ്ങൾ എന്നെ കാണുന്നില്ല, നിങ്ങൾ എന്നെ നോക്കുന്നില്ല, എന്റെ അപ്പച്ച മാത്രമേ എന്നെ കാണുന്നുള്ളൂ. ഇത്ര നല്ല സ്ഥലം എനിക്ക് വേറൊന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവിടെ ഷർട്ട് ഉടയുമെന്നുള്ള പ്രശ്നമില്ല. എനിക്ക് അവിടെ ഒന്നും നോക്കണ്ട. എന്നെ കാണുന്ന, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട എന്റെ കർത്താവിന്റെ സന്നിധിയിൽ വീട് കിടന്ന് കരയുന്നത് എത്ര മനോഹരമാ. രക്തം ജയം. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. അവൻ മധ്യസ്ഥരെ തിരയുന്നു, അവൻ മധ്യസ്ഥരെ തിരയുന്നു, അവൻ മധ്യസ്ഥരെ തിരയുന്നു. സ്തോത്രം. എന്തുകൊണ്ട്? അവന് പാപത്തോട് കണ്ണടയ്ക്കാൻ കഴിയുകയില്ല, അവന് പാപിയെ ശിക്ഷിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് അവൻ മധ്യസ്ഥരെ തിരയുന്നു. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇടയിൽ നിൽക്കാമെങ്കിൽ അവരെ ദൈവം ഏതെങ്കിലും വഴിക്ക് ചുറ്റിക്കറക്കി കൃപയിൽ കൊണ്ടുവരും. നിങ്ങൾ നിങ്ങളുടെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാമെങ്കിൽ ദൈവം ഏതെങ്കിലും ചില മുഖാന്തരങ്ങൾ ഉണ്ടാക്കി ദേശത്ത് ദൈവം അത്ഭുതം ചെയ്യും. അവർ മുഴുവനും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ വരണം എന്ന് വാശി പിടിക്കരുത്. അനുഭവത്തിൽ നിന്ന് ചില സത്യങ്ങൾ പറയുക. അവർ മുഴുവനും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയിൽ വരണമെന്ന് വാശി പിടിക്കരുത്. അവർ വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം, അവർ ദൈവത്തെങ്കിലേക്ക് തിരിയണം, അവർ അനാചാരങ്ങളെ വിടണം, അവർ അന്ധവിശ്വാസങ്ങളെ വിടണം. യേശു മാത്രം കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുന്ന അവസ്ഥയിലേക്ക് ദൈവം അവരെ മാറ്റാൻ വേണ്ടി മാത്രം ഇടിവിൽ നിൽക്കുക. Praise to Jesus. Hallelujah. Hallelujah. ദൈവത്തിന് ചെയ്യാൻ കഴിയും, ദൈവത്തിന് വലിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. ഞാൻ ഈ ഹോളിനകത്ത് കാല് കുത്തുമ്പോഴെല്ലാം കണ്ണു നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കാരണം വർഷങ്ങളായി ക്രിസ്തീയ ശക്തി കേന്ദ്രമായ കേരളത്തിൽ പോലും ഇത്ര മനോഹരമായ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പൊ ഈ മണലാരുണ്യത്തിൽ ഇത്ര മനോഹരമായ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ആലയം ഉണ്ടാക്കുവാൻ ഇവിടെയുള്ള ദൈവമക്കൾക്ക് കഴിഞ്ഞെങ്കിൽ ഈ ആലയം ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ഇത് ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി ദൈവം ഇതിനെ മാറ്റുകയാണ്. എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത? ഞാൻ ശ്രദ്ധിച്ചു, മിക്കവാറും എല്ലാ രാജ്യത്തിലുള്ള മനുഷ്യർ ഇവിടെയുണ്ട്. എല്ലാ കൾച്ചറും കാണാൻ ടൗണിൽ നിന്നതാ. അങ്ങനെയാണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ലോക സുവിശേഷീകരണത്തിന്. സ്തോത്രം. ഞാൻ ഇവിടെയൊക്കെ ആദ്യം വന്ന് പ്രസംഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതകരമായ അനുഭവങ്ങളുണ്ടായി. എന്നാന്നറിയോ? കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, മലപ്പുറം, എറണാകുളം, മട്ടാഞ്ചേരി, കൊച്ചി, കോട്ടയം, കൊല്ലം, കരുനാഗപ്പള്ളി, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, എല്ലാവരെയും ഞാൻ ഇവിടെ കണ്ടു. ഇത്രയും സ്ഥലം യാത്ര ചെയ്യണി എത്ര പെട്രോൾ ഞാൻ കത്തിക്കണം കേരളത്തിൽ? ഉള്ള കുഴി മുഴുവൻ ചാടി നടുവൊടിഞ്ഞ് വേണ്ടേ ഞാൻ കാസർഗോഡ് ചെല്ല. ഇത് ദൈവം മുഴുവൻ പേരെ ഇവിടെ വരുത്തിയിരിക്കുക. എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, കൈകൊണ്ടവർക്ക് കൈകൊട്ടാം, നൃത്തം ചെയ്യേണ്ടവർക്ക് നൃത്തം ചെയ്യാം. മെസ്സേജ് തീർന്നില്ല, അത് പിന്നെ തുടരും. ഇത് മുഴുവൻ പ്രസംഗിക്കണമെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അകത്തൊരു തീ കത്തിക്കുവാനാ ദൈവം ഉദ്ദേശിക്കുന്നത്. അത് ഇതാ കത്തി തുടങ്ങിയിരിക്കുന്നു. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ശക്തിയോടെ വായ തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്ക്. നിർത്തണ്ട, നിർത്തണ്ട. ഇന്ന് സമയപരിധിയില്ല.
ആത്മാവിന്റെ കെട്ടുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ദുഷ്ടൻ വിതച്ച കളകൾ കരിഞ്ഞു പോകട്ടെ. മനസ്സിന്റെ അകത്ത് വർഷങ്ങളായി മുളച്ചു നിൽക്കുന്ന കള 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 കള, ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, അകത്ത് മുളച്ചു നിൽക്കുന്ന മുള്ളുകൾ, കളകൾ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കരിയട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ അഭിഷേകം ഇന്ന് രാത്രി പ്രാപിച്ചോ? പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിച്ചോ? നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുവാൻ അഭിഷിക്തന്മാർ ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ പാഴാക്കാൻ പാടില്ല. പ്രാർത്ഥനയുടെ ഒരു അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കാനായി കൊതിക്കുന്ന, ഒരഭിഷേകത്തിനായി കൊതിക്കുന്ന ആളുകൾ മുന്നോട്ട് വരണം. പക്ഷേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. അയ്യോ പാസ്റ്റർ പറഞ്ഞല്ലേ എന്നോർത്ത് വരരുത്. വളരെ പ്രേരണയും ബോധ്യമുള്ളവർ വേഗം നടന്ന് മുന്നോട്ട് വന്നിരിക്കാം. ഇവിടെ ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരാളല്ല, ഇവിടെ അഭിഷക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കൊയർ മുന്നോട്ട് വന്ന് വർഷിപ്പ് ലീഡ് ചെയ്യും. ആ സമയത്ത് ഇവിടെ പ്രയർ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ നിരന്ന് നിൽക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാസ്റ്റർ ബിജി അഞ്ചൽ പ്രാർത്ഥനയ്ക്കായി വന്നാണ്. പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓ ജീസസ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദർശിപ്പാനിവൻ ഭാരത്തെയും കൺകൾ കാണട്ടെ നിൻ മുഖത്തെ. ദർശിപ്പാനിവൻ ഭാരത്തെയും എൻ ചെവികൾ ശ്രവിക്കുന്നേ, ഹൃദയം വഴങ്ങുന്നേ രക്ഷകാവിൻ പകയാ. എൻ ചെവികൾ ശ്രവിക്കുന്നേ, ഹൃദയം വഴങ്ങുന്നേ രക്ഷകാവിൻ പകയാ. കൺകൾ കാണട്ടെ, കൺകൾ കാണട്ടെ മുഖത്തെ. ദർശിപ്പാൻ ഇവൻ ഭാരത്തെയും കൺകൾ കാണട്ടെ നിൻ മുഖത്തെ. ദർശിപ്പാൻ ഇവൻ ഭാരത്തെയും എൻ ചെവികൾ ശ്രവിക്കുന്നേ, ഹൃദയം വഴങ്ങുന്നേ രക്ഷകാവിൻ പകയാ. എൻ ചെവികൾ ശ്രവിക്കുന്നേ, ഹൃദയം വഴങ്ങുന്നേ രക്ഷകാവിൻ പകയാ. എനിക്കല്ല ക്രിസ്തുവിനത്രേ അവനായി ഞാൻ സമർപ്പിക്കുന്നേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നേ വഴിയേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നേ വഴിയേ. ഈ എൻ കൈകളെ സമർപ്പിക്കുന്നു സേവയ്ക്കായി എൻ ജീവനെയും. ഈ എൻ കൈകളെ സമർപ്പിക്കുന്നു സേവയ്ക്കായി എൻ ജീവനെയും. കാൽകളോടട്ടെ നിൻ പാതേ
ജീവൻ പാരത്തെയും ഹൃദയം പഴങ്ങും രക്ഷകാവിൻ വകയാ ചെവികൾ ശ്രവിക്കുന്നേ ഹൃദയം പഴങ്ങും രക്ഷകാവിൻ വകയാ എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായി സമർപ്പിക്കുന്നേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നേ വഴിയേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നേ അക്കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ സേവക്കായ ജീവനെ സേവക്കായി എൻ ജീവനെ ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ സേവക്കായി എൻ ജീവനെ മകളോടെ ചേരട്ടെ ചിന്തയും തിരുരാജ്യവ്യാപ്തിക്കായി കാൽകളോടത്തെ രാജ്യ ചേരട്ടെ ചിന്തയും തിരുരാജ്യവ്യാപ്തി കൺകൾ കാണട്ടെ മുഖത്തെ ദർശിപ്പാൻ ജീവൻ ഭാരത്തെയും കൺകൾ കാണട്ടെ മുഖത്തെ ജീവൻ ഭാരത്തെയും എന്റെ ചെവികൾ ശ്രവിക്കുന്നേ ഹൃദയം വഴങ്ങുന്നേ രക്ഷകനിൻ വകയാ എന്റെ ചെവികൾ ശ്രവിക്കുന്നേ ഹൃദയം വഴങ്ങുന്നേ രക്ഷകനിൻ വകയാ എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായി താൻ സമർപ്പിക്കുന്നേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ ചെറുപാടത്തെ എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായി സമർപ്പിക്കുന്നേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നേ വഴിയേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നേ വഴിയേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നേ la comaniore messia la divimio durandara sharpera pera madia la kumoriore mandale shiriminio kuma sirianta maduro shirimaniere mandale shurumaniore mandala diga per avere la kumore
Shangalemia, Akunderso, Peramadalo, Shiriberanda, Rekumania, Rekumberanda, Shotilemia, Shuriberanda, Lekamasio, Rekumberande, Shangalemia, Dirimadio, Rekumania, Dirimadio, Shangalemia, Durimadio, Rekasiria, Lakumosha, Perumadia, Dirimedie, Lekumadio, Shembara, Soria Kuma, Dirimadala, Sheramadia, Shumaladare, Yeramavara, Rinkarama, Shangaravara, Suravera, Redamadia, Lekamanasho, Resimonia, Durimadio, Lekamadia, Shambaradala, Sheramadia, Durimakase, Sheramaduri, Rekamadia, Shangaradale, Akamanio, Seradalama, Shirimadara, Duradabara, Shigamadare, Shadaradare, Nagamadara, Nigaradare, Redurama, Shangarade, Artumale, Akimano, Yedamana, Shirambe, Sherado, Ekamba, Redoma, Shirade, Regama, Hiraba, Sudoro, Shibase, Vekumba, Vekumbo, Shiramba, Herade, Sheramba, Vekuma, Hera, Reda, Hera, Reda, 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 Reka, Reda, Reda, Hikera, Reda, Reda, Numbora, Sheram, Reda, Hikora, Nusukora, Hikera, Reda, Reda, Hikora, Reda, Hikera, Reda, Reda, Hikora, Reda, Karavanta, Varanta, Karavanta, Varanta, Varanta, Karavanta, Varanta, Tiriva, Karavanta, Varanta, 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 Shivaranta, Varanta, 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 Jura, Vanderam, Padam, Medam, Medam, Dera, Ora, Dera, 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 Shura, Dera, Dera, Lera, Dera, Dera, La Tumana, Dio, Shara, Dera, Dera, thank you, Lord, let us Dera, Dera, thank you, Lord, Riva, Dera, Dera, thank you, Jesus, thank you, Morishia, thank you, Lord, La Mosera, നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. മഹാദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ രാത്രിയിൽ ശക്തിയോടെ ദൈവമക്കൾ അനുഭവിപ്പാനിടയായി. ദൈവിക വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടുവാനിടയായി. ദൈവാത്മാവിൻ്റെ അഗ്നി ഈ രാത്രിയുടെ കത്തുവാനിടയായി. ഈ രാത്രി ദൈവം അയച്ച അഗ്നി അത് കത്തിപ്പടരുവാനിടയാകട്ടെ. ദൈവശക്തി വ്യാപരിച്ച് മുന്നേറുവാനിടയാകട്ടെ. കരുണാസമ്പന്നനാകും ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനാകും ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ അനുഭവിപ്പാനിടയായല്ലോ. കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങ് ചെയ്ത എല്ലാ വിടുതലുകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ ജനത്തോട് അവിടുന്ന് ഹൃദ്യമായി ഇടപെട്ടതിനായി ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ്. കർത്താവേ, അങ്ങയുടെ ഹൃദയം പകരുവാൻ, കർത്താവേ അവിടുത്തെ ഹൃദയം തുറക്കുവാൻ, കർത്താവേ അവിടുന്ന് ജനത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ തിരുവചനത്തിൽ ഞങ്ങൾക്ക് ശ്രവിപ്പാനിടയായല്ലോ. കർത്താവേ, നിന്റെ ഹൃദയം പങ്കുവയ്ക്കുന്ന, കർത്താവേ നിന്റെ ഹൃദയം തുറക്കുന്ന, കർത്താവേ നിന്റെ ശബ്ദം കേൾക്കുന്ന, കർത്താവേ നിന്റെ ജനമായി നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ രാത്രിയിൽ അടിയങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ മഹത്വം ഒന്നുകൂടെ ഞങ്ങൾക്ക് ഗ്രഹിപ്പാനിടയായല്ലോ. കർത്താവേ, ദൈവസന്നിധിയിൽ ഇടുവിൽ നിൽക്കുന്നവരായി, ദൈവസന്നിധിയിൽ മധ്യസ്ഥ പറയുന്നവരായി മുന്നേറുവാനുള്ള ഏറിയ കൃപ ദൈവം പകർന്നതിനായി ഇന്ന് രാത്രി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, അവിടെ നൽകിയ വിലയേറിയ വചനത്തിനായി സ്തോത്രം.
അവിടെ നിന്ന് രാത്രി ചെല്ല വിടുതലുകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചെയ്ത പ്രവൃത്തികൾക്കായി സ്തോത്രം. ആത്മാവ് ഞങ്ങളുടെ അകത്ത് കത്തിച്ച അഗ്നി കർത്താവെ ദിവസങ്ങൾ ശക്തമായി കത്തി വ്യാപരിപ്പാനിടയാകട്ടെ. ദേശത്ത് വലിയ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സഭകളെ ദൈവം ഉണർത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമം ഉയർത്തുന്നതിനായി സ്തോത്രം. ഈ രാത്രി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ അവിടുത്തെ വിലയേറിയ ദാസന്മാരെ കർത്താവ് ശക്തീകരിച്ചതിനായി സ്തോത്രം. ആമൻ. പാട്ടുകൾ പാടുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ അകത്തെ മനുഷ്യന് രാത്രി ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വലിയ വിടുതൽ ദൈവം അയച്ചതിനായി സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ അങ്ങയ്ക്ക് തരുന്നു. പ്രാർത്ഥന യാചന ദൈവം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നാൾതോറും നമ്മെ ആശ്വസിപ്പിക്കുകയും സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസവും കാവലും നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.